ഹൈ മക്കൾസ്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്റർ പല സ്കൂളുകളിലും കാരണം കുറേ ചാപ്റ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്പീഡിലെടുത്ത ചാപ്റ്റർ ആയിരിക്കും 9ാമത്തും 10ാമത്തെ ചാപ്റ്റർ. സാർ ഈ ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിനല്ലേ? അതുകൊണ്ട് തന്നെ അല്ലടാ നമ്മൾ പറയുന്നത് ഈ ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിനുണ്ട്. പല സ്കൂളുകാരും കാരണം അവർക്ക് വേറെ വഴിയില്ല, സ്കൂളിൽ ആർട്സ് നടക്കുന്നുണ്ട്, സ്പോർട്സ് നടക്കുന്നുണ്ട്, ഇതേപോലെ സബ് ജില്ല ജില്ല ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഈ ചാപ്റ്റർ തീർക്കാന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഓടിച്ചു വിട്ടതായിരിക്കും. പക്ഷേ നമ്മൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്തു തരുന്നല്ല, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ്, ഈ ചാപ്റ്ററിൽ നിന്ന് സാറേ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ കുറഞ്ഞ സമയമുള്ളൂ, പക്ഷേ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് മക്കൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മാത്രം മതിയെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, ഷോർട്ട് നോട്ടുകൾ പോലത്തെ കാര്യങ്ങൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യാം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ജനാധിപത്യവും അർത്ഥവും വ്യാപ്തി, ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ്. അതായത് നമ്മുടെ ഡെമോക്രസിയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പറയുന്നത്. നമ്മുടെ ഡെമോക്രസിയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ പറയുന്ന കാര്യം. അതായത് എന്താണ് ഡെമോക്രസി, വാട്ട് ഈസ് ഡെമോക്രസി, അല്ലെങ്കിൽ ജനാധിപത്യം എന്താണ് ജനാധിപത്യം എന്നുള്ള കാര്യങ്ങൾ, ഇനി ജനാധിപത്യത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കണേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്? ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ജനാധിപത്യം എന്തെന്ന് മനസ്സിലാക്കി വെക്കുക. എന്തായിരുന്നു മക്കളെ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ആദ്യം തന്നെ നോക്കേണ്ടത് 2 വാക്കിൽ നിന്നാണ് ഈ സംഭവം വരുന്നത്. ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോ എന്നുള്ളതും ക്രാറ്റോസ് എന്നുള്ള നമ്മൾ അർത്ഥം വരുന്ന അധികാരം എന്നാണ് അതിനർത്ഥം വരിക. അങ്ങനെ ആ 2 പദത്തിൽ നിന്ന് ഡെമോ എന്നും ക്രാറ്റോസ് എന്നുള്ള 2 ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെമോക്രസി എന്നുള്ള വാക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള വാക്കുണ്ട്. ജനങ്ങൾ തന്നെ മെയിൻ അധികാരത്തിൽ ഉണ്ടാവുക, ജനങ്ങളാണ് ജനങ്ങളെ ഭരിക്കേണ്ടത്, അല്ല വേറെ ആൾക്കാർ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പ്രതിനിധിയാവുന്നൊക്കെ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പറയുന്ന ഡയറക്റ്റ് ഡെമോക്രസി. ഒന്നാമത്തെ ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 4 ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഇട്ടിട്ടിതാ ഇതേപോലെ ഒരു കോളം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ ഡിവൈസസ് ഓഫ് ഡെമോക്രസി, എന്ത് ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസി ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രത്യക്ഷ ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും ഓരോ കോളങ്ങൾ. ഇതിപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അല്ലേ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കും ടെക്സ്റ്റിൽ. ഇത് ഞാൻ വരച്ചത് തെറ്റിട്ടാ. അപ്പോൾ ആ കോളം ഇപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ആ കോളം കോളം എന്നല്ല, ആ ഒരു സംഭവം പഠിച്ചു വെക്കട്ടെ. 4 വഴികളുണ്ട്, 4 മാർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ് പാർലമെൻ്ററി, എന്താണ് പ്രസിഡൻഷ്യൽ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ പേര് തന്നെയാട്ടത് പറയാ. പാർലമെൻ്ററി ഡെമോക്രസി സിസ്റ്റം എന്താണ്, പ്രസിഡൻഷ്യൽ ഡെമോക്രസി സിസ്റ്റം എന്താണ്. അതായത് പാർലമെൻ്ററി ആണെങ്കിൽ ജസ്റ്റ് അവിടെ എന്ത് മനസ്സിലാക്കി വെക്കുക, അവിടെ ഒരു പ്രസിഡൻറ്റും ഉണ്ടായിരിക്കും, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അതായത് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കും, ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പാർലമെന്ററി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. ഇതിൻ്റെ 2 ഫീച്ചേഴ്സ് മക്കൾ പഠിച്ചു വെക്കണേ. പാർലമെന്ററി വ്യവസ്ഥയുടെയും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെയും മക്കളെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഞാൻ ഒരു ഫീച്ചറാണ് ഇത് പറഞ്ഞത്. പക്ഷേ പ്രസിഡൻഷ്യലിൽ പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും, ഒരു വോട്ട് കൊടുക്കും, ജനങ്ങൾ വോട്ട് കൊടുക്കും. അവിടെ എന്തുണ്ടാവില്ല, പ്രൈം മിനിസ്റ്റർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രസിഡന്റ് ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ എന്ന് പറയും. അതിലേതൊക്കെ പെടും? അതിൽ മക്കൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൽ പെടാതെ തന്നെ ഞാൻ പറയാം. ഒന്ന് നമ്മുടെ ഫ്രീഡം, അതായത് നമ്മളെന്താ പറയുക, സ്വാതന്ത്ര്യം. പിന്നെ അതുപോലെ തന്നെ ഫ്രീഡം ആൻഡ് കൺട്രോൾ, നിയന്ത്രണങ്ങൾ, സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും, അത് നമ്മൾ പഠിക്കണം. പിന്നെ ജസ്റ്റിസ്, നീതി, നീതിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. നീതി തന്നെ 3 പ്രിൻസിപ്പിൾ ഉണ്ട്, 3 തത്വങ്ങളുണ്ട് നീതിയുടെ. ആ 3 ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളിലുള്ള കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സംഭവമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്.
അവകാശങ്ങളെ പറ്റി പഠിക്കണം. എന്തായിരുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അവകാശങ്ങൾ. 4 ടൈപ്പ് റൈറ്റ്സുകളുണ്ട്. 4 ടൈപ്പ് റൈറ്റ്സുകൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇക്വാലിറ്റി, തുല്യതയും ബേസിക് ഫാക്ടറാണ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളാണ്. അതും മക്കൾ എന്ത് ചെയ്യണം? അതും അതേപോലെ ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞ ലോ, നിയമത്തെ പറ്റിയിട്ടാണ്. പിന്നെ നമ്മുടെ കോടതിയെ പറ്റിയിട്ടാണ്. പിന്നെ നമ്മുടെ എലക്ഷൻ. ഇതൊക്കെ എന്താണ്? ഡെമോക്രസിയുടെ എന്താ പറയുക, ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറയുക. ഡെമോക്രസിയുടെ ബേസിക് ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് സിസ്റ്റം, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും മക്കൾ ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നത് ഒരു 8 മാർക്കിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 മാർക്കിനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഷുവറായിട്ട് നിങ്ങൾ എന്തായിരിക്കും? പഠിച്ചിരിക്കും. ഇനി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് ക്രിസ്മസ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സും ലൈവ് ലിങ്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. മക്കൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്തേക്കുക. ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ മക്കൾ 9ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഐഡിയയിട്ടില്ലേ? ഇനി നമ്മൾ വീണ്ടും വരും. 10th ചാപ്റ്റർ പറയും, 7th ചാപ്റ്റർ പറയും. എല്ലാ ചാപ്റ്ററും മക്കൾക്ക് സെറ്റാക്കി തരും. ഓക്കെ അല്ലേ? സെറ്റടാ.